ഹലോ ആർട്സ് ആൻഡ് ക്ലോത്ത്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഡിസൈനാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡിസൈൻ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ശേഷം തുണിയിലേക്ക് അത് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 3 കളറ് ആങ്കർ ത്രെഡ് ഉണ്ട്, ഗോൾഡൻ ബീഡ് വേണം, നോർമൽ സീം ത്രെഡും ബീഡ് കോർക്കാനുള്ള നീഡിലും ആവശ്യമുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഈ ഡിസൈനിലെ ഫ്ലവറൊക്കെ കംപ്ലീറ്റ് ചെയ്യണത്. സാറ്റിൻ സ്റ്റിച്ച് ചെയ്യണ പോലെ ഈ റൗണ്ട് ഷേപ്പ് ഫുള്ള് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ത്രെഡ് 6 സ്ട്രാൻഡ്സിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എടുത്തിരിക്കുന്ന ക്ലോത്ത് റോ കോട്ടൻ്റെ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതും. ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിലെ എല്ലാ ഫ്ലവറും നമ്മൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആക്കുകയാണ്. അതിന് ശേഷം ആ വി ഷേപ്പ് വരുന്ന നെക്ക് ലൈന് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ മിസ്സായി പോയിരിക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ നോർമൽ സീം ത്രെഡ് വെച്ചിട്ട് ഓരോ ബീഡായിട്ട് കോർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഓരോ ബീഡ് കോർത്തിട്ട് ആ റണ്ണിങ് വന്നതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നീഡിൽ കുത്തി പുറത്തേക്ക് എടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വി ഷേപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബീഡ്സൊക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ലീഫ് വരുന്ന ഭാഗത്തിന് ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിന് 2 സൈഡിലേക്കും ചെറിയൊരു ലീഫ് തുന്നിയെടുക്കുകയാണ്. ലീഫ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെൻറ്ററിൽ നിന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുക, പിന്നെ 2 സൈഡിൽ നിന്നും ലീഫിൻ്റെ ഷേപ്പിൽ കുത്തി കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണത്. ഇങ്ങനെ സ്റ്റെമ്മും ലീഫും കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഒരു 3 ബീഡ് ഗോൾഡൻ ബീഡ് വെച്ചിട്ട് കുത്തി കൊടുക്കുകയാണ്. ശേഷം അതിനെ ഒന്നും കൂടെ ത്രെഡ് കുത്തി അവിടെ ഉറപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫ്ലവറിൻ്റെ ഉൾഭാഗം നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. മൂന്ന് ബീഡ് മാത്രം കുത്തുമ്പോൾ അതിൻ്റെ സൈഡൊന്നും ഇങ്ങനെ പൊന്തി നിൽക്കണ പോലെ തോന്നും. അപ്പോൾ അതിനെ അവിടെ ഒന്നും കൂടെ ത്രെഡ് കുത്തിയിട്ട് ലോക്ക് ചെയ്തെടുക്കുകയാണ്.
അതിനുശേഷം നമ്മൾ ഓരോ ലീഫിൻ്റെ ഉള്ളിൽ ഒരു ഫ്രഞ്ച് നോട്ടായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ നീഡിലിൽ ത്രെഡ് ഒരു തവണ ചുറ്റിയിട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡിസൈൻ. എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഡിസൈൻ. താങ്ക് യു.